എന്തു ബി ജെ പി? ഏതു ബി ജെ പി? നോക്കൂ, നിങ്ങൾ നിയമസഭയിൽ 3 MLA-മാരിക്കുമ്പോൾ ആരാണ് നിയമസഭാ കക്ഷി നേതാവാകേണ്ടതെന്നുള്ളതിന്റെ അടിയിടിത്തൊഴി നടന്നതിന് ശേഷം ചാത്തന്നൂർ MLA പിടിച്ച് നിയമസഭാ കക്ഷി നേതാവാക്കി. കഴിഞ്ഞ ദിവസം ഈ നാടിന്റെ മുഖ്യമന്ത്രി ശക്തമായി ആക്രമിക്കാൻ പറ്റുന്ന ഒരു കാര്യവും കൂടി ഇട്ടുകൊടുത്തു. നിങ്ങൾക്ക് വലിയ ഐക്യമാണല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങളെക്കാൾ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള MLA നിയമസഭാ കക്ഷി നേതാവായി ഫ്രണ്ടിൽ നിൽക്കുന്നത് എന്ന്. പ്രവൃത്തി പരിചയമുള്ള, അറ്റ്ലീസ്റ്റ് കൃത്യമായി മലയാളമെങ്കിലും സംസാരിക്കാൻ അറിയാവുന്ന വി മുരളീധരനെ നിയമസഭാ കക്ഷി നേതാവാക്കുന്നതിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ശക്തമായ നിലപാടെടുത്തപ്പോ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും പിൻസീറ്റിലും നിയമസഭാ കക്ഷി നേതാവായി ചാത്തന്നൂർ MLA-യും വരുന്ന അവസ്ഥയിലേക്ക് എത്തി. നിയമസഭാ കക്ഷി നേതാവിന് നിയമസഭയിൽ സംസാരിക്കാനുള്ള ടൈമിൽ മുഴുവനും സംസാരിക്കുന്നത് ചാത്തന്നൂർ MLA-ആണ്. നിയമസഭയുടെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുന്നതോ നിയമസഭാ കക്ഷി നേതാവായ ചാത്തന്നൂർ MLA സൈഡിലിരുത്തി വി മുരളീധരൻ. ഇങ്ങനെ ഒരു 3 സീറ്റ് കിട്ടുമ്പോൾ ഈ നാടിലേക്ക്, ആ സീറ്റ് നേടിത്തന്ന ജനങ്ങളിലേക്ക് എന്ത് കൺവേ ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടമായി BJP കേരളത്തിൽ മാറുന്നു എന്നുള്ളതാണ്. 3 പേർക്ക് പോലും ഐക്യമുണ്ടാകുന്നില്ല. വർഷങ്ങളായി ഒരു സീറ്റ് പോലും ഇല്ലാത്ത നമ്മൾ, ഒരു സീറ്റ് ചിലപ്പോൾ ഉള്ള നമ്മൾ ഒരു 3 സീറ്റിലേക്ക് എത്തി. ഇവിടെ വലിയ രീതിയിലുള്ള വിപ്ലവകരമായ ഒരു മാറ്റമായി അതിനെ നമുക്ക് ജനങ്ങളിലേക്ക് മാറ്റണമെന്ന് പറയേണ്ടതിന് പകരമാണ് ഈ തമ്മിലടി. കേരളത്തിൽ സാക്ഷരതയുള്ള രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങൾ എങ്ങനെയാണ് BJP-യെ ഇനി എന്നെങ്കിലും തെരഞ്ഞെടുക്കാൻ ആലോചിക്കുക? തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന അടി എന്താണ്? സുഗതിന് വേണ്ടി മേയർ എടുക്കുന്ന നിലപാട് എന്താണ്? ഇവിടെ ലോക്സഭാ MP ആയി ഉണ്ടായിരുന്ന സുരേഷ് ഗോപി നൽകിയ കാഴ്ചപ്പാട് എന്താണ്? ആരെല്ലാം വന്നിട്ടുണ്ടോ, ആരെല്ലാം ഈ പറയുന്ന BJP-യുടെ ഫേസ് ആയി വന്നിട്ടുണ്ടോ, അവർ മുഴുവനും ഈ നാടിന് നൽകിയ സന്ദേശം എന്താണ്? അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് 100% ഉറപ്പിക്കാം, ഇവിടെ BJP-യുടെ വേര് ഇറങ്ങാൻ അനുവദിച്ചുകൂടാ എന്ന്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാടിന് സംഭവിച്ച ഒരു അബദ്ധമായി ഈ 3 പേരുടെ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ മാറുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മുഖ്യധാരാ മാധ്യമങ്ങളുമെല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഉറപ്പിക്കാം കേട്ടോ, ഒരു കാരണവശാലും 16ാം നിയമസഭയ്ക്ക് അപ്പുറത്തേക്ക് BJP-ക്ക് ഒരു താവളം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അത്രമേൽ വലിയ അടി, ഒരു കാര്യത്തിലുമുള്ള ഐക്യമില്ലായ്മ ഇങ്ങനെ കടന്ന് രാഷ്ട്രീയ ചക്രവാളത്തിൽ കടന്ന് ഉഴലുകയാണ് BJP-യും ഭരണ സംവിധാനങ്ങളും എന്ന് പറയാതെ വയ്യ.